ഹലോ, ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 19ാമത്തെ ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിനുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മെയിനായിട്ട് എന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേരയാണ്. അപ്പം അലോവേരയോടൊപ്പം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇഞ്ചിയാണ്. ഈ ഒരു ഇഞ്ചി എന്ന് പറയുന്നത് നമ്മൾ അലോവേര എത്രത്തോളം എടുക്കുന്നുണ്ടോ അതിൻ്റെ ഒരു 1/4 ഭാഗമാണ് ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇവ രണ്ടും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ച് പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് അരിപ്പ വെച്ചിട്ടോ തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്കിനി വേണമെങ്കിൽ അരിക്കാതെ യൂസ് ചെയ്യാം. അരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നമുക്കത് അപ്ലൈ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളയാനും വളരെ ഈസി ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാഷ് ചെയ്താലും നമ്മുടെ മുടിയിൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. അത് ഫുള്ളായിട്ട് നമ്മുടെ മുടിയിൽ നിന്ന് ഇങ്ങോട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് കൂടിയാണ് ഈ ഒരു അരിപ്പ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹെയർ പാക്കും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മുടിയിൽ ആ ഒരു സ്കാൽപ്പിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുടിയുടെ ലെങ്ത്തിലേക്ക് ഈ ഒരു പാക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാൻ മുടിയുടെ ലെങ്ത്തിലേക്ക് കുറച്ച് മുൻപ് ഒന്ന് ഓയിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഇൻവേർഷൻ മെത്തേഡും ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്ന് നൈറ്റ് ഞാൻ സ്കാൽപ്പിൽ ഓയിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനി ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ഹെയർ പാക്കുകളും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ ജസ്റ്റ് ഫ്രണ്ട് ഏരിയയിൽ ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. വെറുതെ നമ്മൾ മുടിയുടെ മണ്ടയിൽ കൂടി കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് മസാജ് ചെയ്ത് കൊടുത്താലും നമ്മുടെ സ്കാൽപ്പിൽ അത് എല്ലായിടത്തും എത്തത്തില്ല. അതുകൊണ്ടിട്ടാണ് നമ്മൾ ഓരോരോ വകച്ചിലുകളായിട്ട് എടുത്തിട്ട് എല്ലായിടത്തും ആ ഒരു തലയൊട്ടിയിൽ എല്ലായിടത്തും എത്തുന്ന രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്ന ഇഞ്ചി ആണെങ്കിലും അലോവേര ആണെങ്കിലും നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കുന്നതാണ്. ഡാൻഡ്രഫോ സ്കാൽപ്പിലുള്ള ഇഷ്യൂസോ എന്ത് കാര്യങ്ങളാണെങ്കിലും അവയെ കംപ്ലീറ്റായിട്ട് റിമൂവ് ആക്കാനും പിന്നെ നമ്മൾ എന്ത് പാക്കുകൾ നമ്മുടെ സ്കാൽപ്പിലേക്ക് കൊടുത്തു കഴിഞ്ഞാലും അതായത് നമുക്ക് സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴാണ് പിന്നെ നമ്മുടെ മുടി വേരുകളിലേക്ക് നമ്മുടെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് നമ്മൾ എന്ത് ഹെയർ പാക്കുകൾ കൊടുക്കുന്നുണ്ടോ ആ ഒരു ഹെയർ പാക്കുകളൊക്കെ ഇവയൊക്കെ ക്ലിയർ ആയാലാണ് നമ്മുടെ മുടി വേരുകളിലേക്ക് എത്തുള്ളൂ. അങ്ങനെ മുടി വേരുകളിലേക്ക് എത്തിയാലാണ് നമുക്ക് അതുവഴി മുടി വളർച്ച സാധ്യമാവുകയുള്ളൂ കേട്ടോ. അതായത് പുതിയ മുടികൾ കിളിർത്ത് വരികയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ പാക്കാണിത്. അതായത് നമുക്ക് സ്കാൽപ്പിലുള്ള ഇഷ്യൂസിനെ കളയുകയും ചെയ്യും. ഇത് മുടിവേരുകളിലേക്ക് ചെന്നിട്ട് നമ്മുടെ മുടി വളർച്ച പുതിയ മുടികൾക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്യുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ചലഞ്ച് എടുക്കുന്നില്ല എങ്കിൽ കൂടി നിങ്ങൾക്ക് വീക്ക്ലി ടോയ്സൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഹെയർ പാക്കുകൾ എങ്ങനെ ഗുണം നൽകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. ഹെയർ പാക്കുകൾ നമുക്ക് മുടി വളർച്ച മാത്രമല്ല കേട്ടോ സാധ്യമാക്കുന്നത്, കുറേ കാര്യങ്ങൾ അതായത് നമ്മുടെ തലയ്ക്ക് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കൊടുക്കുന്നുണ്ട്. ഹെയർ പാക്കുകൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു പ്രത്യേക സുഖമാണ് നമ്മുടെ തലയ്ക്ക്. പിന്നെ അത് പ്രത്യേകിച്ച് ഇന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം യൂസ്ഫുള്ളാണ് കേട്ടോ. അതായത് ഇന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒരുപാട് വ്യത്യാസമാണ് പണ്ടത്തേനെ അപേക്ഷിച്ച്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും, വർക്ക് ചെയ്യുന്നവർക്ക് അതിൻ്റെ ടെൻഷൻ, അങ്ങനെ എല്ലാവരും ഒരു മൊത്തത്തിലൊരു ഓട്ടപ്പാച്ചിൽ ഒരു ടെൻഷൻ കാര്യങ്ങളിലൊക്കെയാണ്. സോ നമുക്കിതിൽ നിന്നൊരു റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റിയൊരു സമയമാണ് ഹെയർ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്തിട്ടിരിക്കുക എന്ന് പറയുന്നത്. ഒരു സെൽഫ് കെയർ എപ്പോഴും നല്ലതാണ്. അതായത് നമുക്കിപ്പോൾ ഫേസ് പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഹെയർ പാക്കുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനെ നമ്മൾ നമ്മൾ മൊത്തത്തിൽ നമ്മളെ തന്നെ ഒന്ന് കെയർ ചെയ്യുമ്പോഴത്തേക്കും അതൊരു ഭയങ്കര ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്കുകളൊക്കെ ആരെങ്കിലും അപ്ലൈ ചെയ്ത് തരാൻ കൂടിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ്. അപ്പം നമുക്ക് വെറുതെ ഇരുന്നാൽ മതി. നമുക്ക് ആ ഒരു അപ്ലൈ ചെയ്ത് കിട്ടുന്നതിൻ്റെ സുഖം എന്ന് പറയുന്നത്
അത് പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ കൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളെ ഉള്ളൂ എങ്കിൽ ഇതുപോലെ തന്നെ ഇരുന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു സൈഡിൽ നന്നായിട്ട് നെറ്റ് കയറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കാണാം. പിന്നെ ഇതിന് മുൻപുള്ള വീഡിയോസിലും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ നല്ലോണം എൻ്റെ മുടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിൽ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സൈഡിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ അല്ലാണ്ട് വെറുതെ എടുത്തിട്ട് ഹെയർ പാക്ക് മണ്ടയിൽ കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ഒന്നും അത് എത്തത്തില്ല. നമ്മളിങ്ങനെ ഓരോരോ സെക്ഷൻസായിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിലാണ് നമ്മുടെ ആ ഒരു തലയോട്ടി ഫുള്ളായിട്ട് അത് കറക്റ്റായിട്ട് എല്ലായിടത്തും എത്തത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കണോ എന്ന് പറയുന്നത്. ഇതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ 1 മണിക്കൂർ വരെ വെച്ചേക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മിനിമം അരമണിക്കൂറെങ്കിലും വെച്ചിരിക്കുക. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. നാളത്തെ ഡേയിൽ നമുക്ക് ഇന്നത്തെ ഹെയർ പാക്കിന് ശേഷം നൈറ്റ് നിങ്ങൾക്ക് സ്കാൽപ്പിൽ മാത്രം ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നാളത്തെ ഡേയിൽ നിങ്ങൾ കുളിക്കണതിൻ്റെ ഒരു മണിക്കൂർ മുൻപായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്കും മുടിയുടെ ലെങ്ത്തിലേക്കും ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വെറുതെ വെള്ളത്തിൽ ഹെയർ വാഷ് ചെയ്യാം. ഈ ഒരു പാക്കിന് ശേഷവും നമ്മൾ വെറുതെ വെള്ളത്തിലാണ് ഹെയർ വാഷ് ചെയ്യുന്നത്. ഷാമ്പൂ കാര്യങ്ങളോ ഒന്നും യൂസ് ചെയ്യില്ല. പിന്നെ സ്കാൽപ്പിൽ തലേന്ന് നൈറ്റ് ഓയിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നാളത്തെ ദിവസം കുളിക്കുന്ന സമയത്ത് കുളിക്കുന്നതിന് മുൻപായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കാം കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ ഏകദേശം ഫുള്ളായിട്ട് എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ എനിക്ക് മറ്റു സൈഡിൽ പോയി അത്ര മുടി പോയിട്ടില്ല കേട്ടോ. കാരണം ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് എനിക്ക് ഒരുപാട് മുടി പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എടുക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ജസ്റ്റ് ഒരു മസാജും കൂടി കൊടുക്കുന്നുണ്ട്. എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ. ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതിയാക്കും കേട്ടോ. അപ്പോൾ അവസാനം ബാക്കി വന്ന് ഞാൻ കുറച്ചൊന്ന് ആ ഒരു സെൻട്രൽ പോർഷനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അലോവേരയുടെയൊക്കെ ക്വാണ്ടിറ്റി എടുക്കുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മുടിയുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണം, ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്.